ഏവർക്കും സ്നേഹവന്ദനം. ഒരു കർത്ത ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭം കണ്ടവർ എത്രയോ പേർ ഈ ദിവസം കാണുവാനോ കർത്താവിനെ ആരാധിക്കുവാനോ കഴിയാതെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അനേകർ പ്രകൃതിക്ഷോഭത്താലും പലതിലുള്ള രോഗങ്ങളാലും ഭാരപ്പെടുന്നു. പലരും മനസ്സമാധാനമില്ലാത്തവരായി കഴിയുന്നു. ദൈവത്തിൻ്റെ വൻകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം ഊനമില്ലാത്ത കുഞ്ഞാട് എന്നതാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇസ്രായേൽ മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാൻ 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായൊരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണമായിരുന്നു. ഈ രക്തച്ചൊരിച്ചിൽ കൂടാതെ ദൈവത്തിന് മറ്റൊരു വഴിയിൽ കൂടെ അവരെ വീണ്ടെടുക്കാമായിരുന്നില്ലേ? ഒരു നിഷ്കളങ്കമായ ആടിനെ അറുക്കണമായിരുന്നോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. ഒരു സമയത്ത് അപ്രകാരം ചിന്തിച്ചിരുന്ന ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവവചനം കുറെ കൂടി ആഴത്തിൽ ചിന്തിച്ചപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എന്ന ആശയമാണ് നാം ഇവിടെ കാണുന്നത്. ഇസ്രായേൽ ജനം മിസ്രയീമ്യ അടിമത്തത്തിലായിരുന്നു. മിസ്രയീമിൽ കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുപ്പ് ലഭിക്കുന്നത്. ഇസ്രായേലിലെ കടിഞ്ഞൂലുകളും ആ കടിഞ്ഞൂൽ സംഹാരത്തിൽ സംഹരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ദൈവം മോശ മുഖാന്തരം കൊടുത്ത വ്യവസ്ഥയനുസരിച്ച് ആ ഇസ്രായേലിയ ഭവനങ്ങളിൽ ഒരു കുഞ്ഞാടിനെ അറുക്കുകയും ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയും ചെയ്യണം. രക്തം അടയാളമായി കാണുന്ന ഭവനങ്ങളിൽ നിന്ന് സംഹാരകൻ ഒഴിഞ്ഞു പോകുന്നു. ഇത് ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എന്ന ആശയം ഇവിടെ വ്യക്തമാക്കുകയാണ്. കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നുള്ള സമ്പൂർണ്ണമായ വിടുതൽ ഇസ്രായേൽ ജനത്തിന് ലഭിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ഭാവിയിൽ നടക്കേണ്ടുന്ന ഒരു യാഗത്തിൻ്റെ നിഴലായിട്ടാണ് ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതെന്ന് പുതിയ നിയമ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആയിരക്കണക്കിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും യാഗരക്തം പഴയ നിയമ കാലഘട്ടത്തിൽ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും പൂർണ്ണമായി മനസ്സാക്ഷിയിൽ സമാധാനം വരുത്തുവാനോ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ യാഗം അത് സമ്പൂർണ്ണ യാഗമായിരുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും ആ യാഗത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു. ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതുമായ ആണാടിനെ അർപ്പിക്കണമെന്നുള്ള ദൈവവ്യവസ്ഥ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിവർത്തിക്കപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷ ആരംഭിക്കുവാൻ രംഗത്ത് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോർദാൻ നദിയിൽ സ്നാനം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം കേൾക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗവും ഭൂമിയും ഒരുപോലെ പ്രഖ്യാപിക്കുന്നു, ഇവൻ ഊനമില്ലാത്ത കുഞ്ഞാട്. പാതാള ലോകം പോലും യേശുക്രിസ്തുവിൽ പാപമില്ല എന്ന് സാക്ഷിക്കുന്നു. ഗദരദേശത്തിൽ ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടിട്ട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നാണ്. അപ്പോസ്തലന്മാരെല്ലാവരും രേഖപ്പെടുത്തി, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും പാപമില്ലാത്തവനെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത പടയാളിയും പറഞ്ഞു, ഇവൻ നീതിമാൻ, സാക്ഷാൽ ദൈവപുത്രൻ. ഊനമില്ലാത്ത കുഞ്ഞാട് യാഗമായി അർപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഊനമുള്ള മനുഷ്യർക്ക് പ്രായശ്ചിത്തമാകാൻ കഴിയുമായിരുന്നുള്ളൂ. കർത്താവ് യാഗമായി തീരുന്നതിന് മുമ്പ് അത് വ്യക്തമായി തെളിയിക്കപ്പെട്ടു. ചരിത്രത്തിൽ ഇതുപോലൊരു ബലി നടന്നിട്ടില്ലെന്ന് നടക്കുകയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ കർത്താവ് തന്നെ രക്തം ചിന്തി മരിച്ചു. നിയമകർത്താവിൻ്റെ മരണം ഇവിടെ ഉറപ്പാക്കപ്പെടുകയാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വ്യവസ്ഥ പൂർണ്ണമായി പാലിക്കപ്പെട്ടു. ഊനമില്ലാത്ത കർത്താവ്, ആർക്കും ഒരു പാപവും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത കർത്താവ്, പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി രക്തം ചിന്തി കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിലും മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, ഊനമില്ലാത്ത കുഞ്ഞാട്, ഉദ്ധിതനായ കുഞ്ഞാട്. സ്വർലോകരും ഭൂലോകരും അധോലോകരും ഒരുപോലെ ആരാധിക്കുന്ന കുഞ്ഞാട്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തൻ്റെ വിശുദ്ധ സഭയെ വേളികഴിക്കുവാൻ വീണ്ടും വരുന്ന കുഞ്ഞാട്. കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് സകലരും ആ കുഞ്ഞാടിൻ്റെ തൃപ്പാദത്തിൽ വീഴുകയാണ്. ആ കുഞ്ഞാടിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പാദത്തിൽ നമുക്കും വീണ് കുമ്പിടാം. സർവ്വമഹത്വവും ആ കുഞ്ഞാടിൻ്റെ പാദത്തിൽ അർപ്പിക്കാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി വന്ന കുഞ്ഞാടായി, ഞങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് ഗോൽഗൊഥാ മലയിലേക്ക് കടന്നുപോയ കുഞ്ഞാടായി
ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചവനെങ്കിലും രക്തം ചിന്തിയതെങ്കിലും നിയമകർത്താവിൻ്റെ മരണം ഉറപ്പാക്കപ്പെട്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ദൈവവസ്ഥ അവിടുന്ന് പൂർണ്ണമായി പാലിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് കൊണ്ട് സ്തോത്രം. ആ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം. സർവ്വമഹത്വവും ആ കുഞ്ഞാടിൻ്റെ പാദത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.